നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞല്ലോ. ഈ മിഡ് വീക്കിൽ സൂപ്പർ പോരാട്ടങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മിഡ് വീക്കിലെ പ്രകടനത്തിൽ നിന്ന് ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുവേഫ. മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് ഒന്ന് മൈക്കൽ ഒലീസെ, അതുപോലെ തന്നെ മറ്റൊന്ന് ഒസ്മാൻ ഡംബലെ, ഇങ്ങനെയുള്ള താരങ്ങളായിരുന്നു. പിന്നെ ഡാനി ഓൾമോ, മാർട്ടിൻ സുബിമൻറ്റി എന്നിവരെയും പരിഗണിച്ചു. ഈ താരങ്ങളിൽ നിന്ന് ആരാണ് മികച്ച താരം എന്നിപ്പോൾ കൃത്യമായി യുവേഫ പ്രഖ്യാപിക്കുകയാണ്. നാലാമതാണ് ഡാനി ഓൾമോ എത്തിയിരിക്കുന്നത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ നടത്തി, കളി ജയിച്ചു. പക്ഷേ അഗ്രിഗേറ്റിൽ തോറ്റ് ബാഴ്സലോണ പുറത്താവുകയായിരുന്നു. എന്നാലും ഡാനി ഓൾമോ നമ്പർ 4 വരുമ്പോൾ നമ്പർ 3 മാർട്ടിൻ സുബിമൻറ്റിയാണ്. ആഴ്സണലിൻ്റെ താരം മാർട്ടിൻ സുബിമൻറ്റി മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏതായാലും ആഴ്സണൽ പിന്നീട് അവരെ മറികടന്നുകൊണ്ട്, സ്പോർട്ടിങ്ങിനെ മറികടന്നുകൊണ്ട്, ആദ്യ ഭാഗത്തിൽ ഒരു ഗോളിൻ്റെ ജയത്തിലാണ് മറികടന്നുകൊണ്ട് സെമിഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഓസ്മാൻ ഡംബലെയാണ്. ഡംബോസ് മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇരട്ട ഗോളുകളാണ് ലിവർപൂളിനെതിരെ നേടിയിട്ടുണ്ടായിരുന്നത്. കിടിലൻ പ്രകടനം അദ്ദേഹം നടത്തിയതിൻ്റെ കൂടി ബലത്തിലാണ് അവർ വലിയ മാർജിനിൽ തന്നെ തോൽപ്പിച്ചുകൊണ്ട്, അഗ്രിഗേറ്റ് 4-0 തോൽപ്പിച്ചുകൊണ്ട്, ലിവർപൂളിനെ തോൽപ്പിച്ചുകൊണ്ട് PSG വീണ്ടും യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനലിൽ കടന്നിരിക്കുന്നത്. അതേസമയം ഒന്നാം സ്ഥാനത്ത് മൈക്കൽ ഒലീസയാണ്. മികച്ച പ്രകടനമാണ് അവൻ നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കിടിലൻ പ്രകടനം റയൽ മാഡ്രിഡിനെതിരെ നടത്തി, ഒടുവിലൊരു ഗോളും അടിച്ചു. അദ്ദേഹമായിരുന്നു ആ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച്. ഇപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കായിട്ട് പ്രഖ്യാപിക്കുന്നു മൈക്കൽ ഒലീസെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.